1.5 കോടി. ഇന്നിപ്പം പറയുകയാണെങ്കിൽ അന്ന് കൊടുത്തൊരു റൈറ്റ് പ്രകാരമാണ് ഈ 1.39 എന്നൊക്കെ പറഞ്ഞു, 1,39,00,000 എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ അത് 1.5 കോടിയിൽ മുകളിലായിട്ടുണ്ട്. കാരണം സ്വർണ്ണവില നമസ്കാരം. കോഴിക്കോട് കമ്മത്ത് ലൈനിൽ ജ്വല്ലറി ഉടമകളെ വിട്ടിച്ച 1.5 കോടിയോളം രൂപയുടെ സ്വർണം തട്ടിയെടുത്ത കേസിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം ഇഴയുന്നതായി പരാതി. കോഴിക്കോട് കമ്മത്ത് ലൈനിൽ നാഷണൽ ജ്വല്ലേഴ്സ് എന്ന സ്ഥാപനം നടത്തിയെന്ന സർഫറാസ് ആണ് ഇത്തരത്തിൽ തന്റെ സമീപത്തുള്ള വ്യാപാരികളെ പറ്റിച്ച് 1,39,00,000 രൂപയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളഞ്ഞത്. ഒരു ദിവസം ഉച്ചയ്ക്ക് തന്റെ സ്ഥാപനത്തിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെന്നും കസ്റ്റമറെ കാണിക്കുന്നതിന് വേണ്ടി ചില സ്വർണ്ണാഭരണങ്ങൾ ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ടാണ് കമ്മത്ത് ലൈനിലുള്ള 11ഓളം വ്യാപാരികളിൽ നിന്ന് ഇയാൾ സ്വർണ്ണാഭരണങ്ങൾ എടുത്തത്. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സ്വർണം തിരികെ എത്തിക്കാത്തതിനെ തുടർന്ന് ഈ ഉടമകൾ നടത്തിയ അന്വേഷണത്തിലാണ് കട പൂട്ടിയതായി തിരിച്ചറിയാൻ സാധിച്ചത്. ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെട്ടെങ്കിലും ഇപ്പോൾ 14 ദിവസം കഴിഞ്ഞതിനു ശേഷവും കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉടമകളുടെ പരാതി. കമ്മത്ത് ലൈൻ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ചേട്ടാ, ഇപ്പം മോഷണം നടന്നിട്ട് 10 ദിവസത്തിലധികമായി അല്ലെ? എന്താണ് ഇപ്പം നിലവിലൊരു അന്വേഷണം അവസ്ഥ? കൃത്യമായി പറഞ്ഞാല് ഇന്നത്തേക്ക് 2 ആഴ്ച കഴിഞ്ഞു. വളരെ നല്ല രീതിയിലായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. പക്ഷെ ഇതുവരെ പ്രതിനെ കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ അയാളുടെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഒരവസ്ഥയിലാണ് കോടതിയിലുള്ളത്. അപ്പം കച്ചവടക്കാർ വളരെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഈ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാലുള്ള ഈ കേസുകളിലൊക്കെ ഉള്ള സ്ഥിതി നമുക്കറിയാം. കച്ചവടക്കാർ വളരെ പ്രതീക്ഷയിലാണ്. പക്ഷെ പോലീസുകാര് നമ്മളെ വളരെ നല്ല രീതിയിലാണെങ്കിലും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രതിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മുടെ ആ പോലീസിലുള്ള വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു അർജുനായികന്റെ പ്രശ്നം വന്നപ്പോൾ അത് 24 മണിക്കൂർ കൊണ്ട് അവൻ അകത്താക്കി കഴിഞ്ഞ്. പക്ഷെ നമ്മളെ ഇവിടുന്ന് ഒരു 1.5 കോടി, ഇന്നിപ്പം പറയുകയാണെങ്കിൽ അന്ന് കൊടുത്തൊരു റൈറ്റ് പ്രകാരമാണ് ഈ 1.39 എന്നൊക്കെ പറഞ്ഞു, 1,39,00,000 എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ അത് 1.5 കോടിയിൽ മുകളിലായിട്ടുണ്ട്. കാരണം സ്വർണ്ണവില ഉയരുന്നതിനനുസരിച്ച് വ്യാപാരികളുടെ നഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും വ്യാപാര സമൂഹത്തിന്. പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നിരന്തരം പോലീസായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ ACP ആയിട്ട് സംസാരിച്ചു, പോലീസ് സ്റ്റേഷനായിട്ട് സംസാരിച്ചു, IP ആയിട്ട് സംസാരിച്ചു. ഒക്കെ അന്വേഷണത്തിലാണ് എന്നുള്ളൊരു മറുപടി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നുള്ളത്. ഈ സ്വർണ്ണം നഷ്ടപ്പെട്ട വ്യാപാരികളുടെ അവസ്ഥ എന്താണ്? വ്യാപാരികൾ നിസ്സഹായരാണ്. കാരണം അവര് വളരെയേറെ വിശ്വാസ്യതയിൽ എടുത്തിട്ടുള്ള അവരുടെ കൂടെയുള്ള ഒരാൾ എന്നുള്ള എനിക്ക് അയാളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തത് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ധനനഷ്ടം വ്യാപാരികൾക്ക് ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മുടെ ഈ ഒരു വാർത്ത ഇങ്ങനെ കൊടുത്ത സമയത്ത് അതിന്റെ വീട്ടിലെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ മണ്ടന്മാരാണ്, അതായത് സ്വർണ്ണം ഇങ്ങനെ ഇത്രയധികം വലിയ സ്വർണം വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയൊരു മണ്ടത്തരമല്ലേ എന്നുള്ളൊരു ചോദ്യമായി ആളുകൾ വന്നു വരുന്നത്. അതെന്താ അവരോട് എന്താ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ? സാധാരണഗതിയിൽ ഇപ്പൊ ഞങ്ങളവിടെ ഈ കമ്മത്തിലെ എന്ന് പറഞ്ഞാല് ഒരു ചെറുകിട സ്വർണ്ണ വ്യാപാര മേഖലയാണ്. ഈ മേഖലയിൽ നമ്മൾ ശരിക്കും ഒരു കുടുംബം പോലെയാണ് കച്ചവടം ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നിയമത്തിന്റെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ നിയമത്തിനനുസരിച്ചിട്ട് തന്നെയാണ് വ്യാപാരികൾ കച്ചവടം ചെയ്യുന്നത്. ഒരു വ്യാപാരിക്ക് ഒരു കസ്റ്റമർ വന്നപ്പോൾ ആ കസ്റ്റമർക്ക് അവിടെ ആവശ്യപ്പെട്ടിട്ടുള്ള ഓർണമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത ഹോൾസെയിൽ നിന്നും റീറ്റെയിലിൽ നിന്നൊക്കെ അവർ ആ ഓർണമെന്റ്സിന്റെ പാറ്റേൺ കാണിക്കാനോ അതുപോലെ തന്നെ അത് വിൽപ്പന നടക്കുകയാണെങ്കിൽ അതിന്റെ പൈസ കച്ചവടക്കാരന് കിട്ടും. അത് നിയമപരമായിട്ട് അവർ ബില്ലടിച്ച് ആ പാർട്ടിക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി. പക്ഷെ ഇതിനിപ്പം നമുക്ക് മറുപടി പറയാൻ കാരണം നമുക്ക് ഇത്ര തന്നെ ഇതിന് മറുപടി പറയാനുണ്ട്. കാരണം ഇതൊരു വ്യാപാര രീതി. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒറ്റപ്പെട്ടിട്ടുള്ള ഷോപ്പുകളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. ഇത് ഒരു കൂട്ടമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാര കേന്ദ്രമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കച്ചവട രീതി നടന്നിട്ടുണ്ട്. ഒരു സഹായം ചെയ്തത് അയാൾക്ക് സത്യത്തിൽ ഈ തൊട്ടടുത്ത വ്യാപാരികളെ സഹായിക്കുകയാണ് അയാളെ ചെയ്തത്. കാരണം അയാൾക്ക് കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ മാർജിൻ അയാൾക്കും ലഭിക്കുമല്ലോ. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇവിടെ കച്ചവടം ചെയ്തത്. അതിൽ ഏറെ അയാളെ വിശ്വാസത്തിൽ എടുത്തു എന്നുള്ളതാണ്. ചിരിച്ചു കാണിച്ച് പറ്റിച്ചു. അതെ, ചിരിച്ചു കാണിച്ച് വളരെ അവൻ ആഭരണങ്ങൾ കൈക്കലാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടില്ലേ. വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അയാൾ അവരെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു
കുറ്റകൃത്യമാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ ഇയാളെ കണ്ടെത്താൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. 14 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് അന്വേഷണം ഇഴയുന്നത് എന്തുകൊണ്ടാണെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് കമ്മത്ത് ലൈനിലെ വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. അതേസമയം ചിരിച്ചു കാണിച്ച് തങ്ങളെ പറ്റിച്ചതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു സഹായം ചെയ്തതാണ്. ഇപ്പോൾ ഇന്നത്തെ വിലയ്ക്ക് ഏകദേശം 1.5 കോടിയോളം രൂപയുടെ സ്വർണ്ണമാണ് തങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത്. ഏത് തരത്തിലെങ്കിലും അത് ലഭിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതേസമയം പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. സർഫറാസിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും 1.5 കോടിയുടെ സ്വർണവുമായി സർഫറാസ് എവിടേക്കാണ് അപ്രത്യക്ഷനായത് എന്നുള്ളതാണ് ഇനിയും അറിയാത്തത്. തങ്ങളുടെ സ്വർണം എപ്പോഴാണ് തിരിച്ചു ലഭിക്കുക എന്നറിയാതെ വലിയ വിഷമത്തിലാണ് കമ്മത്ത് ലൈനിലെ വ്യാപാരികളും.